നമുക്ക് നെല്ലിക്ക പറിച്ചാലോ? കമോൺ. ഇത് കണ്ട് ഒടിഞ്ഞ് വീഴണോ? നമുക്ക് ഇവിടെ നല്ല മഴയുണ്ട്. നമുക്ക് കണ്ടോ പഴുത്തതൊക്കെ പോയി. ഇതെന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കാം. തഴക്കണം, എന്നാലും വയ്ക്കാം. ഇങ്ങനെ ഇറങ്ങേണ്ട. ഇടയിലൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം നടക്കുമ്പോഴൊക്കെ. എന്തായാലും പഴുത്ത അവിടെ കുറേ കുട്ടയിലുണ്ട്, ഇതിലുണ്ട്, മരത്തില്ല. കണ്ടോ പഴുത്തതാണ്. ഇതിഷ്ടമാണ്, എനിക്കിതിഷ്ടമാണ്. ഇവിടെ കുറേ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ഇവിടെ അത്രയും കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷെ കൊള്ളാം, അതുകൊണ്ട് അവിടെയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നമുക്ക് ഒരു ദിവസത്തേക്ക് മുമ്പേ തന്നെ നമുക്ക് എല്ലാം ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇപ്രാവശ്യം ടൊമാറ്റോ, ചില്ലി, ഈ വെജിറ്റബിൾസൊക്കെ ഇവിടെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് കൃഷി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനും എൻ്റെ വാപ്പച്ചിയായിട്ടാണ് ചെയ്തത്. പക്ഷെ ഇത് കൊള്ളാം. ഇതിൻ്റെ കുറേ വിത്തൊക്കെ തന്നത് കടയിൽ നിന്നൊക്കെ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ വിത്തൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ഇതിൻ്റെ പേരൊക്കെയാണ് പറഞ്ഞു തന്നുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ കൊണ്ട് കൃഷി ചെയ്തപ്പോൾ അതാണക്ക് ടൊമാറ്റോ വളർന്ന്, പിന്നെ ഒരെണ്ണം കൊണ്ട് കൃഷി ചെയ്തപ്പോൾ അതാണക്ക് എന്തോന്ന് ലിച്ചി വന്ന്. ഞാൻ പറിക്കോളൂ. ഞാൻ ഇത്രയും പറിച്ചു. എനിക്ക് ഇത്രയും മതി. എൻ്റെ കൈ ഇങ്ങനെ കൃഷി സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചത്. കോവയ്ക്ക, മുളകൊക്കെ കണ്ടു. ലിച്ചി നമുക്കൊന്ന് വേണം. പക്ഷെ എരിയുള്ള മുളക് ചോറിന് തിന്നാൻ നല്ല രസം. നമ്മളെ ചീര ഞാൻ കഴിക്കത്തോലില്ല. നമ്മളെ ലിച്ചി ലിച്ചി, പിന്നെ ടൊമാറ്റോ, മാംഗോ, ഗുവ, ഇതൊക്കെ എല്ലാം നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. കണ്ടോ അത്ര ഉണ്ട്. അവിടെയും കുറച്ചുണ്ട്. പൂവാണ് നോക്കിയാൽ നല്ല രസമൊക്കെ ഉണ്ട്. നമുക്കിവിടെ മുല്ലപ്പൂ ആക്കി വെക്കാം. ഇതൊക്കെ കണ്ടു. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഇത് കണ്ടോ റോസാപ്പൂ, കൊള്ളാല്ലേ? നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തായിരിക്കും വീണ്ടും വരാം. ബൈ.